Hello guys, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കാർത്തി ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നൊരു അടിപൊളി സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ബെറി സ്മൂത്തിയാണ് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് ഈ ഒരു സ്മൂത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ബെറി സ്മൂത്തി, ആപ്പിൾ സ്മൂത്തി, ബനാന സ്മൂത്തി, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ട് സംഭവം സ്മൂത്തിയൊക്കെ എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ട് ഞാൻ സ്മൂത്തി ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓട്സ്, ഓവർനൈറ്റ് ഓട്സ് അങ്ങനത്തെ കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ. കാരണം എല്ലാ ദിവസവും സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ സ്മൂത്തി ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബെറി സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സ്മൂത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് ഫില്ലായിട്ടിരിക്കും, പെട്ടെന്ന് വിശക്കൂല. അത് അടിപൊളി കാര്യമാണ്. പിന്നെ നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ ഹെൽത്തി ആയിട്ടൊരു രീതിയിലാണ് കേട്ടോ സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ വീഡിയോസിൽ നമ്മളെപ്പറ്റി കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയണമല്ലോ, നമ്മുടെ ഫാമിലിക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെപ്പറ്റി ഒന്ന് പറയാം. കാരണം എനിക്ക് കുറച്ച് കമൻറ്റ്സ് വരാറുണ്ട്, വർക്ക് എന്താ ചെയ്യുന്നത്, എൻ്റെ കാര്യവും പറയാം. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുകയാണ് നമ്മളെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം നമ്മുടെ ഓരോരോ വീഡിയോസിൽ. അപ്പോൾ കാണുന്നവർക്കും നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അത് ഹെൽപ്പ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ആദ്യം തന്നെ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളത് പറയാം. കാരണം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. 2018 ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആദ്യമൊക്കെ ടിക്ടോക്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കുറേ ഇടുകയായിരുന്നു. പിന്നെ ടിക്ടോക്ക് പൂട്ടിപ്പോയി. അതുകൊണ്ട് നമ്മൾ പയ്യെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ ആ ഒരു കൊറോണ സമയത്തൊക്കെ കുറേ റീൽസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ജർമ്മനിയിൽ വന്നപ്പോഴാണ് റീൽസൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്നതൊക്കെ കുറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൽ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, റീൽസ് ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ 2018 ആ ഒരു ഇഷ്ടത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒരു 2 വീഡിയോസൊക്കെ ഇട്ടു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ചമ്മലാണ്. ഈ ആൾക്കാർ ഇത് കണ്ടിട്ട് എന്തെങ്കിലും പറയൂ, കളിയാക്കൂ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ചമ്മലും ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കൊന്ന് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കാത്തു നിന്നിട്ട് പയ്യെ ആ ഒരു വീഡിയോസ്, ചാനലല്ല വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഞാൻ ചെയ്ത ഭയങ്കര വലിയ മണ്ടത്തരാണ്. കാരണം അന്ന് തൊട്ടേ വീഡിയോസൊക്കെ ചെയ്തായിരുന്നെങ്കിൽ അന്ന് തൊട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഞാൻ കളഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ, എൻ്റെ മനസ്സിൽ നിന്നത് പോകുന്നില്ല. യൂട്യൂബ് ചാനലിൽ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, ബാച്ചിലേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം. ബികോം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജർമ്മനിയിലോട്ട് വന്നിട്ട് കാർത്തി ഞാനും കൂടി ഇങ്ങനെ എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ ആരും മൈൻഡ് ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് നമുക്കൊരു ധൈര്യം വരും കേട്ടോ. അതാണ് സംഭവം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കണ്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആവട്ടെ നമ്മളിപ്പോൾ വീഡിയോസ് അങ്ങോട്ട് ഇടുകയാണ്. ജർമ്മനിയിൽ ഞാൻ എത്തുന്നത് 2022 മാർച്ച് 18 കേട്ടോ. അതും സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ വരുന്നത്, സ്പോർട്സ് വിസയിലല്ല, സ്റ്റുഡൻറ്റ് വിസയിൽ. അതായത് ഞാൻ ബാച്ചിലേഴ്സ് ബികോം പഠിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് ഇവിടെ ചെയ്യാമല്ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ. പെട്ടെന്ന് അഡ്മിഷനും കിട്ടും. കാർത്തി ഇവിടെയായിരുന്നു, അപ്പോൾ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടി. ജർമ്മനിലേക്ക് വരാം, ഇവിടെ പയ്യെ നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. ജർമ്മനിയിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി, അങ്ങനെ വന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നു തൊട്ട് ഇത്രയും നാളായിട്ട്, അതായത് 2022 മാർച്ച് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 2024 ഏകദേശം ഒരു 2.5 വർഷം ഞാൻ പാർട്ട് ടൈം തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായത്, ഇവിടെ ജർമ്മനിയിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റായിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇവിടെയുള്ളവർ കൂടുതലും ജർമ്മൻ തന്നെയാണ് അവരുടെ മെയിൻ. അവർക്ക് ഇംഗ്ലീഷൊന്നും ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ്. ഇപ്പോൾ ടാക്സ് ഓഫീസിൽ നമ്മളിപ്പോൾ വിളിക്കുകയാണ്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളെന്തെങ്കിലും പറയാൻ നോക്കി അവർക്ക് മനസ്സിലാവില്ല, അവർ പറയണം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഭയങ്കര സീനാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ എന്തായാലും വരുമല്ലോ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഗൈസ്, ഇനി തൊട്ട് പയ്യെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം.
അതുപോലെ തന്നെ നല്ല ജോബിനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ലാംഗ്വേജ് പഠിക്കണം, അതാണ് കേട്ടോ മെയിൻ. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം നമുക്ക് തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ വീക്ക് വരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. പാർട്ട് ടൈം ഞാൻ നിർത്തി റിസൈൻ ചെയ്തു. പിന്നെ മാത്രമല്ല, ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പാർട്ട് ടൈം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഏരിയ ഒരു ഫോറസ്റ്റ് കൈൻഡ് ഓഫ് ഏരിയയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കുറുക്കനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി കുറച്ച് പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ടും എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് എപ്പോഴും തരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പയ്യെ നിർത്താം, ഇനി പയ്യെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാം, കാരണം ഇത്രയും നാളായില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ആ ഒരു പാർട്ട് ടൈം ജോലി റിസൈൻ ചെയ്തു. ഇപ്പോൾ വർക്കൊന്നുമില്ല. അപ്പോൾ വർക്ക് എന്താണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസറാണ് ഗൈസ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുള്ളത്. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കുള്ളത് 3000 സബ്സ്ക്രൈബേഴ്സാണ്. ഇത്രയും പേര് നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. ഇനി മുമ്പോട്ടുള്ള വീഡിയോസിലും ഞങ്ങൾ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി എന്തൊക്കെ അറിയണം എന്ന് വെച്ചാൽ ഞങ്ങൾ ധൈര്യമായിട്ട് കമൻസിൽ ചോദിച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്ലൂബെറി സ്മൂത്തി ഉണ്ടാക്കാം ഗൈസ്. നല്ല വിശക്കുന്നത്, ചെറുതായിട്ട് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂബെറി സ്മൂത്തി സമയം കളയാണ്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് കിച്ചണിലോട്ട്. അപ്പം നമ്മൾ ഇന്ന് തമിഴിൽ പറഞ്ഞ പോലെ തന്നെ ബെറി സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഫ്രോസൺ ബെറീസ് കിട്ടും. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊതുവെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഫ്രോസൺ ബെറീസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്മൂത്തി ഭയങ്കരമായിട്ട് തിക്ക് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രോസൺ ബെറീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വേണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രോസൺ ബെറീസ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ട് കിട്ടും നമ്മുടെ സ്മൂത്തി. അതുകൊണ്ട് ഞാനിവിടെ അതുകൊണ്ട് ഞാനിവിടെ പഴമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു ബെറീസ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബനാനയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ പഴം ഇരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് മാത്രം വെച്ചിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ആൽമണ്ട് മിൽക്കിലാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, ഐറ്റംസ് ഒക്കെ വേണമെന്ന് ഞാൻ പറയാം. അത് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇത് ബദാമാണ്, കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മറ്റേ നമ്മുടെ ബദാം മിൽക്കില്ല, അതാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ആൽമണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ വേറെന്തോ ആവശ്യത്തിന് ഓട്സ് പൊടിച്ചു വെച്ചത്. എന്തിനായിരുന്നു, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സ് ആക്കി ഇട്ട നമ്മുടെ കേക്കില്ലേ, ഓട്സ് വെച്ചിട്ടുള്ള ഓട്സ് ബനാന കേക്ക്, അതിന് വേണ്ടിയിട്ട് പൊടിച്ച ബാക്കിയാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും നമ്മുടെ ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചു, കാരണം വേറെ ഓട്സ് എടുക്കണ്ടല്ലോ. അപ്പോൾ ഇത് ഓട്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ്. നമ്മുടെ മെയിൻ ഐറ്റം ബെറീസ്. പിന്നെ ഞാൻ ഈ ഒരു ഹണിയും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഫസ്റ്റ് നമുക്ക് ബെറീസ് ഇടാം കേട്ടോ. ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഫ്രോസൺ ആയതുകൊണ്ട് കുറേ ബെറീസൊക്കെ ഞാൻ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൽ വലിയ ഇത് കാണുന്ന സ്ട്രോബെറിയാണ്. ഇത് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. കളറൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ബെറീസിൻ്റെ ഒരു കളറുണ്ടല്ലോ കയ്യിലിങ്ങനെ ആവുന്നുണ്ട്. ഇതിൽ ഇതേ കണ്ടോ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയില്ലേ, ചെറിയാണ്. അതുപോലെ ബദാം ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓട്സ് ഒരു ആവശ്യത്തിന് കുറച്ച് മതി. ഞാനത് ഫുള്ള് ചേർത്തിട്ടില്ല, കണ്ടോ, ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആൽമണ്ട് മിൽക്ക് ആഡ് ചെയ്യാം. കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഉണ്ടാകും. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മളിത് ഇതിൽ നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ചേർത്തു. ഇനി ഹണി കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഈ ഹണി എടുക്കാനാണ് പാട്, കാരണം ഇവിടെ സമ്മർ ആകുമ്പോൾ ഇത് സെറ്റ് ആവും. പക്ഷെ വിൻ്റർ ആകുമ്പോഴല്ലോ ഈ ഹണി ഭയങ്കര ടൈറ്റായിട്ട് ഇതിൽ കൂടെ വരുത്തേയില്ല. അതുകൊണ്ട് ആണ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്, ചിളങ്ങിപ്പിളങ്ങിയൊക്കെ ഇരിക്കുന്നത്. ഹണി കുറച്ച് ചേർക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ടേസ്റ്റിന് ചേർക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ സ്മൂത്തി ഉണ്ടാക്കാൻ. ഈ സ്മൂത്തി മാത്രമല്ല, എല്ലാ സ്മൂത്തി ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇത് കൊണ്ടുപോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അടിപൊളി സ്മൂത്തി ആയിട്ട് കൊണ്ടുവരാം.
ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ബെറി സ്മൂത്തി ട്രൈ ചെയ്യാം. എനിക്കെപ്പോഴും ബ്ലൂബെറി സ്മൂത്തി എന്നാണ് വരുന്നത്. ബെറി സ്മൂത്തിയാണ് കേട്ടോ, കാരണം എല്ലാ ബെറീസും ഉണ്ടല്ലോ. നമുക്ക് കുടിച്ചോക്കാം. ഈ ഒരു ഗ്ലാസ് സ്മൂത്തി ഫുള്ള് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് വിശക്കത്തേ ഇല്ല. അപ്പോൾ നല്ല ആ ഒരു ബെറിയുടെ ആ ഒരു ചെറിയൊരു പുളി, പിന്നെ ആ ഒരു ചില ഇതിന് മധുരമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു സംഭവമാണ്. കൊള്ളാട്ടോ, എനിക്കിഷ്ടമാണ്. ഞാനെന്നാ ഈ ഒരു സ്മൂത്തി ഫിനിഷ് ചെയ്യട്ടെ. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.